നമസ്കാരം, നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മലയാളം ടെക്. നമ്മൾ മലയാളം ടെക് സ്റ്റുഡിയോയിൽ ഈ ഒരു സീലിംഗ് എങ്ങനെയാണ് ചെയ്തെടുത്തത് എന്നുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഒരുപാട് പേര് നമ്മളോട് കുറച്ചധികം ചോദ്യങ്ങൾ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചുകൊണ്ടേയിരുന്നു. അപ്പോൾ ആ ചോദ്യങ്ങൾക്കുള്ള മറുപടിയാണ് നമ്മളിന്ന് ഈ വീഡിയോയിൽ ചെയ്യുന്നത്. അത് മാത്രമല്ല, ഈ വീഡിയോ ചെയ്തപ്പോൾ ഞാൻ പറയാൻ വിട്ടുപോയൊരു മേജർ കാര്യം കൂടിയുണ്ട്. ആ ഒരു സംഭവം കൂടിയാണ് ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ വീഡിയോയിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും, നമ്മുടെ സീലിംഗ് ഇങ്ങനെ ചെരിഞ്ഞിരിക്കുന്ന പോലത്തെ ഒരു ഫീല്. അത് സത്യത്തിൽ ചെരിഞ്ഞിരിക്കുന്നതല്ല, നമ്മുടെ ഈ ഒരു ഭിത്തി ഉണ്ടല്ലോ, ആ ബാക്കിലെ വോള് കൺസ്ട്രക്ട് ചെയ്തേക്കുന്നത് ഇങ്ങനെ ചെരിച്ചാണ്. അപ്പോൾ അതിനനുസരിച്ച് ഇങ്ങനെ ഫില്ല് ചെയ്ത് വന്നപ്പോഴത്തേക്ക് തോന്നിക്കുന്നൊരു വ്യത്യാസമാണത്. അപ്പോൾ ഇനി പറയാൻ വിട്ടുപോയ കാര്യം എന്താണെന്ന് പറയാം. ഈ ഒരു സീലിങ്ങിൻ്റെ കൺസ്ട്രക്ഷൻ കഴിഞ്ഞ് നമ്മൾ വർക്ക് ചെയ്ത് തുടങ്ങിയപ്പോഴത്തേക്ക് ഈ സീലിങ്ങിൻ്റെ മുകളിൽ ഈച്ചകളൊക്കെ വന്ന് ചത്ത് ഈ സീലിങ്ങെ കിടക്കാൻ തുടങ്ങി. അപ്പോൾ മുകളിൽ നിന്ന് വെട്ടമിടുമ്പോഴത്തേക്ക് ഇങ്ങനെ കറുത്ത ഡോട്ട്സ് നമ്മുടെ സീലിംഗ് പാനലിൽ വരുന്ന പോലെ ഒരു വൃത്തികേടായിരുന്ന ഒരു സംഭവമായിരുന്നു അത്. അപ്പോൾ ആദ്യം തന്നെ എങ്ങനെയാണ് ഈച്ച ഇതിനകത്തേക്ക് കിടക്കുന്നതെന്ന് ജസ്റ്റ് ഒന്ന് നോക്കി. അപ്പം എൻ്റെ ഒരു സംശയം എന്ന് പറയുന്നത്, ഇതിങ്ങനെ ഭിത്തിയുടെ സൈഡിൽ വന്ന് ഈച്ചകളൊക്കെ ഇരിപ്പുണ്ടായിരുന്നു. അതിനുശേഷം ആ ചെറിയ ഗ്യാപ്പ് ഉണ്ട് നമ്മുടെ ചാനലിൻ്റെ ഇടയ്ക്കും ഭിത്തിയുടെ ഇടയ്ക്കും. അപ്പോൾ അതിനിടയ്ക്കൂടെയാണ് ഇത് വലിഞ്ഞ് മുകളിലോട്ട് കയറിക്കൊണ്ടിരുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് ഫിക്സ് ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിൻ്റെ ഈ എഡ്ജ് ഉണ്ടല്ലോ, നമ്മൾ ചാനൽ ഇട്ടേക്കുന്ന എഡ്ജ്, അതുവഴിയാണ് ഈ പ്രാണികളെല്ലാം അകത്തോട്ട് കയറിക്കൊണ്ടിരുന്നത്. കയറി കഴിഞ്ഞ് ഇതിന് ഇറങ്ങിപ്പോകാനുള്ള വഴി അറിയാൻ മേല അത് സ്റ്റക്കായിട്ട് അവർ കിടന്ന് ചത്തുപോവാണ് ചെയ്തത്. അതോ ഇനി ചൂടടിച്ചാണോ ചാകുന്നതെന്നും അറിയത്തില്ല. എന്തായാലും കുറേ അധികം പ്രാണികൾ ഇതിൻ്റെ മുകളിലേക്ക് കയറുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു ശല്യം ഒഴിവാക്കാനായിട്ട് നമ്മൾ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിന് ചുറ്റും സിലിക്കോൺ സീലൻ്റ് വെച്ച് സ്റ്റിക്ക് ചെയ്ത് സീൽ ചെയ്തു എന്നുള്ളതാണ്. അപ്പോൾ അത് നമുക്ക് കടയിലൊക്കെ മേടിക്കാൻ കിട്ടും, ഈ ഗ്ലാസ് ഹൗസിലൊക്കെ മേടിക്കാൻ കിട്ടും. ഒരു ഗണ്ണും ഒരു സിലിക്കോൺ ട്യൂബും കൂടെ ചേർന്നൊരു സംഭവമാണ്. നമ്മുടെ ഈ ഗൺ വെച്ചിട്ട് നമ്മളിങ്ങനെ പ്രസ് ചെയ്യുമ്പോഴത്തേക്ക് അതിൽ നിന്ന് സിലിക്കോൺ സീലൻ്റ് ഇങ്ങനെ ഒഴുകി വരും. അത് ഉണങ്ങി കഴിയുമ്പോഴാണ് അത് സീലായിട്ടിരിക്കുന്നത്. അപ്പോൾ ആ ഒരു സംഭവം വെച്ച് നമ്മൾ ഈ എഡ്ജ് ഫുള്ള് ചുറ്റും ഇങ്ങനെ ഗണ്ണ് വെച്ച് പ്രസ് ചെയ്ത് ഒട്ടിച്ചു. അതിനുശേഷം നമ്മളൊരു പ്ലെയിൻ ആയിട്ടുള്ള ഒരു കാർഡ്ബോർഡ് പേപ്പർ വെച്ചിട്ട് അതിങ്ങനെ തേച്ച് ചുറ്റും നമ്മൾ സീൽ ചെയ്യുന്ന പോലെ ചെയ്തു. അപ്പോൾ അതാണ് പറയാൻ വിട്ടുപോയിരുന്ന കാര്യം. ഇനി നമുക്ക് ഫ്രീക്വൻ്റ്ലി ആസ്ക് ക്വസ്റ്റ്യൻസിലേക്ക് കിടക്കാം. അപ്പോൾ അതിൽ വന്ന മേജർ ഒരു ചോദ്യം എന്ന് പറയുന്നത്, എന്തുകൊണ്ടാണ് ഈ ട്യൂബ് ലൈറ്റ്സ് യൂസ് ചെയ്തത്? പകരം സ്ട്രിപ്പ് ലൈറ്റ്സ് യൂസ് ചെയ്യാൻ മേലായിരുന്നോ? അല്ലെങ്കിൽ ഇങ്ങനത്തെ LED പാനൽസ് കിട്ടുമല്ലോ, അത് യൂസ് ചെയ്യാൻ പാടില്ലായിരുന്നോ എന്ന ചോദ്യമാണ് ഏറ്റവും കൂടുതൽ വന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു സെറ്റപ്പിൽ അത് യൂസ് ചെയ്യാത്തതിൻ്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടേതൊരു വീഡിയോ പ്രൊഡക്ഷൻ എൻവയോൺമെൻറ്റ് ആയതുകൊണ്ടാണ്. നമുക്ക് പല പ്രോഡക്റ്റ് വീഡിയോസും നമ്മുടെ ചാനലിലേക്കുള്ള വ്ളോഗ്സും കാര്യങ്ങളെല്ലാം നമ്മൾ ഇവിടെയാണ് ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ക്യാമറയിൽ ഫ്ലിക്കറിങ് വരുന്നത് ഒഴിവാക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ ഒരു ട്യൂബ് യൂസ് ചെയ്തത്. അപ്പോൾ ഞാൻ വേറെ പല സ്ട്രിപ്പ് ലൈറ്റ്സും കാര്യങ്ങളും എല്ലാം നോക്കിയിരുന്നു, പക്ഷേ ഇങ്ങനെ ഫ്ലിക്കർ ഫ്രീ എന്ന് മെൻഷൻ ചെയ്ത ഒരു പ്രോഡക്റ്റും ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല. അത് മാത്രമല്ല, നമുക്ക് ഇൻറ്റൻസിറ്റി കൺട്രോൾ എന്ന് പറയുന്നൊരു പ്രശ്നം കൂടിയുണ്ട്. ഇപ്പോൾ നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ മാത്രമാണ് ഈ ഫുൾ ലൈറ്റ്സ് ഓൺ ആക്കുന്നത്. അല്ലാത്തപ്പോൾ നമ്മൾ വർക്ക് ചെയ്യുകയാണെങ്കിൽ, ഇപ്പോൾ ആ എഡ്ജിലിരുന്നാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ അവിടുത്തെ 4 ട്യൂബുകൾ മാത്രമേ നമ്മൾ ഓൺ ചെയ്തിടാറുള്ളൂ. അപ്പോൾ അതിനനുസരിച്ച് നമ്മുടെ ഒരു പ്രയോറിറ്റി അനുസരിച്ച് ലൈറ്റ് ചെയ്യാം എന്നുള്ളൊരു ഇതും കൂടെ കൊണ്ടാണ്. സ്ട്രിപ്പ് ലൈറ്റ്സ് ആണെങ്കിൽ നമ്മളത് ഓരോ സ്ട്രിപ്സും മാനുവലായിട്ട് കൺട്രോൾ ചെയ്യാൻ ആപ്പിൽ പല സ്ഥലത്ത് പോകേണ്ടി വരും. അതുപോലെ ഇങ്ങനെ ചിലപ്പോൾ നമ്മൾ മിക്കവാറും ഇങ്ങനെ ഒരു ലൈനായിട്ടായിരിക്കും ഇത് പ്ലേസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഓരോ സ്ട്രിപ്പും ഇൻഡിവിജ്വലായിട്ട് കൺട്രോൾ ചെയ്യാനുള്ള ബുദ്ധിമുട്ടുണ്ട്. പിന്നെ ഇൻറ്റൻസിറ്റി കൺട്രോൾ ചെയ്യുമ്പോൾ തന്നെ എനിക്ക് തോന്നുന്നു ഈ ഒരു സ്വിച്ചിൽ കിട്ടുന്ന കൺട്രോളിൻ്റെ ആ ഒരു ഫീഡ്ബാക്ക്, ആ ഒരു സുഖം സ്ട്രിപ്പിൽ കിട്ടില്ല എന്ന് തോന്നിയതുകൊണ്ടാണ് രണ്ടാമതായിട്ട് നമ്മളത് വേണ്ടെന്ന് വെച്ചത്. പിന്നെ സ്ട്രിപ്പ് ലൈറ്റ്സ് വേണ്ടെന്ന് വെക്കാൻ മെയിനായിട്ട് മറ്റൊരു റീസൺ കൂടിയുണ്ട്. വേറെ ഒന്നുമല്ല, റീപ്ലേസ്മെൻ്റ് ആണ്. ഈ സ്ട്രിപ്പ് ലൈറ്റ്സിൽ ചില LEDകൾക്കൊക്കെ കംപ്ലയിൻറ്റ് വന്നാൽ, അല്ലെങ്കിൽ നമ്മുടെ ആ സ്ട്രിപ്പ് മൊത്തത്തോടെ കംപ്ലയിൻ്റ് ആയാൽ, ഈ ഒരു ചാനലിൻ്റെ ഇടയ്ക്കൂടെ കൈയിട്ട് അത് റീപ്ലേസ് ചെയ്തെടുക്കുക എന്ന് പറയുന്ന ഭയങ്കര ഒരു ഹാസിലായിരിക്കും. അപ്പോൾ ആ ഒരു സംഭവം മനസ്സിൽ വെച്ചുകൊണ്ടും കൂടിയാണ് നമ്മൾ ഇങ്ങനെ ഒരു തീരുമാനത്തിലെത്തിയത്. ട്യൂബ് ആണെങ്കിൽ നമ്മൾ ആ ബ്രാക്കറ്റിലേക്ക് ജസ്റ്റ് ഇങ്ങനെ പ്രസ് ചെയ്തിട്ട് അതിൻ്റെ വയർ കണക്ട് ചെയ്ത് വെച്ചേക്കുകയാണല്ലോ. അപ്പോൾ നമുക്ക് ഓരോ ട്യൂബായിട്ടും കംപ്ലയിൻ്റ് ആകുകയാണെങ്കിൽ അതെടുത്ത് റീപ്ലേസ് ചെയ്ത് അടുത്ത ട്യൂബ് അവിടെ കയറ്റാം എന്നുള്ളൊരു ധാരണയും കൂടി ഇതിൻ്റെ പുറകിലുണ്ട്. പിന്നെ കുറേ അധികം പേര് ചോദിച്ച ഒരു ചോദ്യമാണ്, എന്തുകൊണ്ട് RGB ആക്കിയില്ല എന്നുള്ളത്. ബഡ്ജറ്റിൻ്റെ ഒരു പ്രശ്നം കൊണ്ടാണ് കേട്ടോ. 6700 രൂപയോളം നമ്മൾ ഈ ഒരു ട്യൂബ് ലൈറ്റിൻ്റെ സെറ്റപ്പിന് വേണ്ടി തന്നെ മുടക്കി. അപ്പോൾ RGB ആണെങ്കിൽ ഇത് ഇവിടെ എങ്ങും നിൽക്കത്തില്ല. കാരണം ഒരു ട്യൂബിന് 337 രൂപയാണ് നമുക്ക് കോസ്റ്റ് വന്നത്. പക്ഷേ RGB ആണെങ്കിൽ അതൊരു 1200 എന്നുള്ളൊരു റേഞ്ചിലേക്ക് ആ കോസ്റ്റ് പോകും. അപ്പോൾ തന്നെ ഒരു 20 ട്യൂബിൻ്റെ റേറ്റ് നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുമല്ലോ. അപ്പോൾ അത്രയും ആഡംബരം വേണ്ട, നമ്മുടെ പരിപാടികൾ മാത്രം നടക്കട്ടെ എന്നുള്ള ഒരു ഇതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ഇതിലേക്ക് പോയത്. അപ്പോൾ ഈ ഒരു സീലിംഗ് എല്ലാം റെഡിയായി കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇതിൽ RGB സ്ട്രിപ്സ് ആഡ് ചെയ്യാം എന്നൊക്കെ മനസ്സിലൊരു പ്ലാനൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ തൽക്കാലം അത് ഹോൾട്ട് ചെയ്ത് വെച്ചേക്കാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു ട്യൂബ് ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റി ഒന്നും RGB സ്ട്രിപ്സ് യൂസ് ചെയ്താൽ എന്തായാലും കിട്ടില്ല.
അപ്പോൾ ജസ്റ്റ് സീലിംഗ് ഒന്ന് ലിറ്റപ്പ് ചെയ്യുക എന്നുള്ളൊരു ഉദ്ദേശം മാത്രമാണെങ്കിൽ പ്രശ്നമില്ല. നമ്മളൊരു സ്ട്രിപ്പൊക്കെ വെച്ചൊക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്തൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു, പക്ഷെ അത്ര സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള റിസൾട്ട് ആയിരുന്നില്ല. അപ്പോൾ സ്ട്രിപ്പിലും കുറേയധികം എമൗണ്ട് നമ്മൾ വീണ്ടും ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരും എന്നുള്ളൊരു സംഭവം കൊണ്ടാണ് നമ്മൾ പിന്നെ അതിലേക്ക് പോകാഞ്ഞത്. എന്തായാലും ഈ ഒരു സെറ്റപ്പിൽ ഞാൻ വളരെയധികം സാറ്റിസ്ഫൈഡ് ആണ്. ഇപ്പോൾ നമ്മുടെ ഇവിടെ വരുന്ന വിസിറ്റേഴ്സ് ആണെങ്കിലും അല്ലെങ്കിൽ ഫ്രണ്ട്സ് ആണെങ്കിലും ആദ്യമായിട്ട് ആര് വന്ന് നോക്കിയാലും ഒരു 10-15 മിനിറ്റ് ഈ ഒരു സീലിംഗ് കണ്ട് എൻജോയ് ചെയ്തതിന് ശേഷമാണ് അവർ സ്റ്റുഡിയോയിലെ ബാക്കിയുള്ള സംഭവങ്ങളിലേക്കൊക്കെ കടക്കുന്നത് തന്നെ. പിന്നെ വന്ന വലിയൊരു സംശയം ഇതിൻ്റെ ചൂടാണ്. ഇത്രയധികം ട്യൂബുകൾ ഒന്നിച്ച് വർക്ക് ചെയ്യുമ്പോൾ ചൂടാവില്ലേ എന്നൊരു സംശയമാണ്. അപ്പോൾ തീ പിടിക്കാനുള്ള ചാൻസുകളെ കുറിച്ചൊക്കെ ആൾക്കാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും അതും കൂടെ ഞാൻ വ്യക്തമാക്കാം. നമ്മൾ ഈ 20 ട്യൂബും ഒരേ സമയമല്ല റൺ ചെയ്യുന്നത്. അത് വളരെ കുറച്ച് സമയം മാത്രമേ ഉള്ളൂ. നമ്മുടെ വീഡിയോ ഒരു അങ്ങേറ്റം അരമണിക്കൂർ ഒക്കെ വരാറുള്ളൂ ഷൂട്ട് ചെയ്യുമ്പോൾ. അപ്പോൾ അത്രയൊക്കെ മാക്സിമം ഡ്യൂറേഷന് നമ്മളിത് ഒന്നിച്ചിട്ട് വെക്കാറുള്ളൂ. അല്ലെങ്കിൽ തന്നെ ഏതെങ്കിലും വിസിറ്റേഴ്സൊക്കെ വരുമ്പോൾ അവർക്ക് കാണാനും അവരൊന്ന് ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കുമ്പോഴൊക്കെയാണ് നമ്മൾ ഇതിങ്ങനെ ഫുള്ളി ഇടുന്നത്. അപ്പോൾ അല്ലാത്തപ്പം ഒരു 4 ട്യൂബ് അല്ലെങ്കിൽ 8 ട്യൂബൊക്കെ അങ്ങേയറ്റം നമ്മൾ നോർമലി യൂസ് ചെയ്യാറുള്ളൂ. അപ്പോൾ ഈ ഒരു സംഭവം യൂസ് ചെയ്യുമ്പോഴത്തേക്ക് അത്ര വലിയ ചൂടോ കാര്യങ്ങളൊന്നും വരുന്നില്ല. ഇപ്പോൾ ഞാൻ ഫുൾ ഓൺ ആക്കിയിട്ടാൽ തന്നെ ഒരു അരമണിക്കൂർ യൂസ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ഈ സീലിങ്ങിൻ്റെ ഈ അക്രിലിക് ഷീറ്റ് അങ്ങ് മാറ്റി നോക്കിക്കഴിഞ്ഞ് ഒന്ന് കൈ മുകളിലേക്ക് വെച്ച് കഴിഞ്ഞാൽ അതിനത് ചൂട് നമുക്ക് അറിയാൻ സാധിക്കും. പക്ഷെ അത് അത്ര തീ പിടിക്കുന്ന തരത്തിലുള്ള അത്ര ചൂടോ കാര്യങ്ങളോ ഒന്നും അല്ല. പിന്നെ നമ്മൾ ഈ സ്റ്റുഡിയോ ഫുൾ എയർ കണ്ടീഷൻ ചെയ്തേക്കുന്നതുകൊണ്ട് തന്നെ മുകളിലത്തെ ചൂട് താഴെ AC വലിച്ചെടുക്കുന്നുണ്ട് എന്നാണ് നമ്മുടെ ഒരു വിശ്വാസം. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ഈ സീലിങ്ങിനെ പറ്റി നിങ്ങളുമായിട്ട് വീണ്ടും ഷെയർ ചെയ്യാണ്ടായിരുന്ന ഇൻഫർമേഷൻ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. മലയാളം ടെക് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെല്ലൈക്കണിൻ്റെ ക്ലിക്ക് ചെയ്ത് ഓൾ നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്താൽ ഞാൻ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കും. ഇനിയും നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായും കമൻറ്റ് ചെയ്യുക, ഞാനത് തീർത്ത് തരാൻ ശ്രമിക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. മറ്റൊരു ടെക്നോളജി വീഡിയോയിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. ഗുഡ് ബൈ.